നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ 2024 കഴിഞ്ഞ് വക്കത്തെത്തി നിൽക്കുക. 2025 കാലെടുത്ത് വെക്കാൻ പോകുന്നു. ആദ്യമായി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. ഒരു അടിപൊളി വർഷം ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ അടിപൊളി വർഷം ആശംസിക്കാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങൾ എന്താണെന്ന്, നമ്മളെല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളെപ്പറ്റി നമ്മൾ വീണ്ടും പറയണം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ഈ ഇതായിട്ട് വന്നപ്പോൾ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ക്രിസ്മസ് ആയിരുന്നു, നിങ്ങൾക്കറിയാലോ, ക്രിസ്മസ് ആയിരുന്നു. നാട്ടിലെ പരിപാടികൾ, നമ്മുടെ വീട്ടിലെ പരിപാടികളെല്ലായിട്ട് ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഈ സ്ട്രെസ്സിനിടയിലും സന്തോഷം നിറഞ്ഞൊരാഴ്ചയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച പോയത്. എല്ലാവിധ ആഘോഷങ്ങളും ആയിരുന്നു. എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ആഘോഷം എല്ലാം കൂടെ ആയിട്ട് കുറേ കല്യാണങ്ങളും കാര്യങ്ങളും വളരെ ബിസി ലൈഫായിരുന്നു. പക്ഷേ എന്താ പറയുക, അതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് ചില മരണങ്ങൾ, ചെറിയ പ്രായമുള്ള ചില മരണങ്ങൾ, ഇതെല്ലാം നമ്മളെ ഒരു സങ്കടത്തിലേക്ക് ആക്കിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തൊക്കെയാണെങ്കിലും 2024 എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമാണെന്ന് തന്നെ പറയാം. ബിസിനസ്സിൽ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നു പോകുന്നുണ്ട്, ഓരോരുത്തരുടെ ഇതിലുമുണ്ട്. പക്ഷേ വ്യക്തിപരമായിട്ട് ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. ഒന്ന്, കഴിഞ്ഞ ഡിസംബർ 25 എൻ്റെ മനസ്സിൽ പോലും ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ സാധിക്കുന്ന ഒരാളാകുമെന്നോ ഞാൻ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത ഒരാളായിരുന്നു. പക്ഷേ നമ്മളുടെ പ്ലാനുകളല്ല നമ്മളെ നിയന്ത്രിക്കുന്നതെന്ന് എപ്പോഴും നമുക്കറിയാലോ. നമ്മൾ പ്ലാൻ ചെയ്യുന്നു, ബാക്കി കാര്യങ്ങൾ നിയന്ത്രിച്ച് നമ്മൾ ചെയ്യുന്നത് വേറെ ആരുടെയോ ഒരു പ്ലാനാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്തൊക്കെയാണെങ്കിലും 2024 എനിക്ക് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുകയാണ്. ഈ 2024 പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാണ്. കഴിഞ്ഞ വർഷം തുടങ്ങാൻ നേരത്ത് ഒരുപാട് തീരുമാനങ്ങൾ എടുത്തത് നമ്മൾ അല്ലേ. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, 2024 ഞാൻ നന്നാവും, 2024 ഞാൻ ഇന്നത് ചെയ്യും, അല്ലെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യമായിക്കോട്ടെ, സമ്പാദ്യത്തിൻ്റെ കാര്യമായിക്കോട്ടെ, ദുശീലങ്ങളുടെ കാര്യമായിക്കോട്ടെ, ഓരോ കാര്യത്തിലും നമ്മൾ ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ ഡയറി മേടിച്ച് ഞാൻ ഇന്ന് മുതൽ എൻ്റെ എല്ലാ കണക്കും എഴുതി വെക്കും. എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ ദിവസ പ്ലാനിങ് കൃത്യമായിട്ട് ചെയ്തിട്ടില്ല. എനിക്ക് കിട്ടുന്ന സാലറിനെ ഞാൻ കൃത്യമായിട്ട് മാനേജ് ചെയ്യും. ഇത്ര രൂപ ഞാൻ മാറ്റി വെക്കും. ചെയ്തിട്ടില്ല. ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ എടുത്തൊരു വർഷം കഴിഞ്ഞ വർഷം. അത് അതിന് മുമ്പിലത്തെ വർഷം ഉണ്ടോ, അതിന് മുന്നിലത്തെ വർഷം നമ്മൾ എടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ 10 വർഷമോ 20 വർഷമായിട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ഇതേ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ എടുത്ത തീരുമാനങ്ങൾ കൃത്യമായി നടപ്പാക്കിയവർ എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും? വളരെ സിമ്പിളായിട്ട് പേഴ്സണൽ ലൈഫിലേക്ക് ചോദിക്കാം. ഇപ്പം ഒരുപാട് പേര് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ മെജോറിറ്റി ഓഫ് നമ്മൾ ഈ കാണുന്ന ഒരു ഭൂരിപക്ഷം ആളുകളും ഇത് ചെയ്തിട്ടില്ല. എല്ലാ വർഷവും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അടുത്ത വർഷത്തേക്ക് പോവാൻ, നെക്സ്റ്റ് ഇയർ വിൽ ബി ഡിഫറെൻ്റ് എന്ന് ചിന്തിച്ച് അടുത്ത വർഷം വേറെ ആയിരിക്കും എന്നുള്ള ചിന്തയിൽ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഏതെങ്കിലും വർഷം പോകുന്നുണ്ടോ? എല്ലാ വർഷം ചിലവന്മാരുന്നുണ്ട് എല്ലാ വർഷത്തെ പോലെ തന്നെ ഇങ്ങനെ അങ്ങ് പോകുന്നു, ഒരു ഇതുമില്ല, നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ നടക്കുന്നില്ല, അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒഴുക്കിൽ അങ്ങ് പോവുകയാണ്, ഒരു മാറ്റമില്ല. ഇങ്ങനെ പോയിട്ടുണ്ടേ ശരിയാകുമോ? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നാൽ പറഞ്ഞു, എൻ്റെ ചാക്കോ, എന്നെ ഇവിടെ ഉള്ള ചാക്കോ എന്നാണ് വിളിക്കുന്നത്, അപ്പം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ എൻ്റെ ചാക്കോ, 10-32 വയസ്സായി, ഇതുവരെ 1 രൂപ സമ്പാദിക്കാൻ തുടങ്ങിയിട്ടില്ല. ലക്ഷങ്ങൾ മാസം കയ്യിൽ വരുന്നുണ്ട്, പക്ഷെ 1 രൂപ സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നെങ്കിലും നീ പറയുന്നത് കേട്ടിട്ട് എനിക്കൊരു SIP എല്ലാം തുടങ്ങി വെക്കണം എന്ന് പറഞ്ഞു. അവൻ 5000 രൂപയുടെ SIP ചെയ്യാൻ വന്നതാണ്. ഞാൻ അവനെ കൊണ്ട് 10,000 ചെയ്യിപ്പിച്ചു. കാരണം അവൻ്റെ കയ്യിൽ 30,000 രൂപ മിച്ചമുണ്ട്. അവൻ്റെ താമസവും ഭക്ഷണവും അവൻ്റെ വീട്ടിലത്തെ ചിലവ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി 30,000 രൂപയുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ 20,000 രൂപ ചെയ്യ്. അവൻ 5000 ചെയ്യാടാ, ബാക്കി എനിക്ക് ഇച്ചിരി ആഘോഷിക്കണം, എൻ്റെ ആഘോഷം കുറഞ്ഞു പോലെ, അങ്ങനെ പോലെ ഇങ്ങനെ പോലെയാണ്. ഇതിൻ്റെ എല്ലാം പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ്. നമ്മളെ സ്വയം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ചിലർ പറയുന്നത് കേട്ടില്ലേ, അടുത്ത വർഷം ഞാൻ കുടി നിർത്തും. ഈ കുടിയന്മാർ പറയുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്നത് മദ്യം എന്നെ കുടിക്കുമല്ല, ഞാൻ മദ്യത്തിനെയാണ് കുടിക്കുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡയലോഗ് അടിക്കും. എന്നാൽ ഒരു ദിവസം കുടിക്കാതിരിക്കാൻ പറഞ്ഞാലോ, അത് പറ്റത്തില്ല, 2 അടിക്കണം, ശരിയാവില്ല എന്നോ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇതാണ് പറയുന്നത്, നിങ്ങൾ അഡിക്റ്റഡ് അല്ല എന്ന് പറയുന്ന ആൾക്കാർ പോലും നിങ്ങൾ പല കാര്യങ്ങളും അഡിക്റ്റഡ് ആണ്. നിങ്ങൾ ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്. പല കാര്യങ്ങളും നമ്മൾ ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ആ അടിസ്ഥാനം മാറാതെ നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം വരത്തില്ല. നമ്മൾ ചെയ്ത് വന്ന് പെട്ടിട്ടുള്ള കെണിയിൽ
ഞാൻ എൻ്റെ കെണി തന്നെയാണ് പറയുന്നത്. നമ്മൾ പലരും ഓൾമോസ്റ്റ് എല്ലാവരും അത് ചിട്ടിരിക്കുന്നത് കെണിയിലാണ്. കെണിയിൽ അല്ലെങ്കിൽ ആ ട്രാപ്പിൽ നിന്ന് എങ്ങനെ മാറി ഈ 2025 എന്ന വർഷം ഒരു മനോഹരമാക്കി തീർക്കാൻ, അല്ലെങ്കിൽ ഒരു സംതിങ് ന്യൂ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ, പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് ഈ 2025 ഒരു കാര്യം മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2024 വരെയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് ഒരുപാട് വളർച്ച കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വളർച്ച അത് മതിയോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അതിനൊരു മാറ്റം വരുത്താനായിട്ട്, വാല്യൂ ആഡഡ് ആയിട്ട് നമ്മളുടെ ജീവിതത്തിൽ അടുത്ത ഒരു ലെവലിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ ചെയ്യേണ്ട ആദ്യ ഘട്ടം എന്ന രീതിയിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എൻ്റെ വീഡിയോ എത്തിക്കാൻ നിങ്ങളെ സഹായം ഞാൻ അറിയിക്കുകയാണ്. ആദ്യമേ തന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പെട്ടിരിക്കുന്ന ചില ട്രാപ്പിനെ പോലും അഡിക്ഷനെ പറ്റുവാണ്. അതിനകത്ത് ഏറ്റവും വലുതാണ് മൊബൈൽ അഡിക്ഷൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മൊബൈൽ അഡിക്റ്റഡ് ആണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സ്റ്റഡിയിൽ വന്നിരിക്കുന്നതാണ്, ഒരു മനുഷ്യൻ ഒരു ദിവസം ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ആ മനുഷ്യൻ ചെലവഴിക്കുന്നത് ടെക്നോളജിക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളിലുമാണെന്നാണ്. അതായത് മൊബൈൽ, ലാപ്ടോപ്പ്, ഇന്റർനെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ TV, അങ്ങനെ ഒരു മനുഷ്യൻ ഉറങ്ങുന്നതിനേക്കാൾ കൂടുതൽ സമയം ടെക്നോളജിയിൽ അഡിക്റ്റഡ് ആണ്. കാരണം ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്, കാരണം മൊബൈൽ കാണിച്ചു തരും, വീഡിയോ ഞാൻ തൂത്തുവിട്ടു, റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന റീൽസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ മൈൻഡ് മാറുക. അതായത് ഒരു ലോകം, നമ്മൾ പറയുന്നില്ലേ ബൂർഷ്വാ മുതലാളിമാർ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികളിലെ ആ കമ്പനികളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ട്രാപ്പിലാണ്. എന്ത് ചിന്തിക്കണം, നമ്മൾ എന്ത് സംസാരിക്കണം, നമ്മൾ എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് വരെ ആരാണ്? ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ കാണുന്ന വാർത്തയിൽ കാണുന്ന കാര്യങ്ങളെ നിങ്ങൾ പറയൂ, നിങ്ങൾ വായിക്കുന്ന പത്രത്തിലെ കാര്യങ്ങളെ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ കേൾക്കുന്ന ആളുകളുടെ ന്യൂസുകൾ അല്ലെങ്കിൽ ആളുകളുടെ ഇൻഫർമേഷൻസേ നിങ്ങൾ ചിന്തിക്കൂ. അതിനപ്പുറത്തേക്ക് മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ല, നിങ്ങൾക്ക് സാധിക്കത്തില്ല. കാരണം എൻ്റെ ചിന്തയെ ശരിയാണ്, ഇവൻ പറയുന്നത് ശരിയാണല്ലോ എന്ന് ചിന്ത വരുമ്പോൾ, ശരിയാണല്ലോ പറയുന്നത്, ഇങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ നടന്നുകൂടാ? അവർ പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചിന്ത മാറിപ്പോകുന്നത്. നമ്മൾ അഡിക്റ്റഡ് ആണ്. നിങ്ങൾ മാറി ചിന്തിച്ചില്ലേ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഒരാളുടെ നമ്മളുടെ ജീവിതത്തെ ഇന്ന് നിയന്ത്രിക്കുന്നത് നമ്മളല്ല, നമ്മൾ വലിയൊരു കെണിയിലാണ് നീക്കുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മളുടെ ഫോണിൽ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്ന ആരാ? നമ്മളാണോ? അല്ല. ഞാനൊരു വീഡിയോ കണ്ടു, ആ വീഡിയോയിൽ അടുത്ത് കാണുമ്പോൾ എന്ത് ചെയ്യും? നല്ലൊരു വീഡിയോ വന്നു, പാട്ട് വന്നു, സിനിമ വന്നു, ഇത് കാണാൻ തീരുമാനിക്കുന്ന ആരാ? വേറെ ആരോ ആണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. നമ്മളുടെ ജീവിതത്തിന്റെ വിലയേറിയ സമയം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫോണിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിനൊരു മാറ്റം വരുത്തണ്ടേ? എല്ലാ ഡിസംബറിലും നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ഇതുമായിട്ട് റിലേറ്റഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഈ 2024-25 കിടക്കുമ്പോൾ നീ 2025 ആദ്യ വർഷം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. ഇന്ന കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കാനല്ല പറഞ്ഞ്, ഒരു ഡയറിയിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇന്ന കാര്യങ്ങൾ ഞാൻ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട് എഴുതുക. എല്ലാ ശനിയാഴ്ചയും അല്ലെങ്കിൽ ഞായറാഴ്ചകൾ നിങ്ങൾ അതിൻ്റെ ഒരു പ്രോഗ്രസ് എന്താണ്, അതിൻ്റെ സ്ഥിതി എന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളൊന്ന് നോക്കി വെക്കുക. എന്നിട്ട് അടുത്ത വർഷം 2025 ഡിസംബർ ആകുമ്പോൾ നമുക്ക് നോക്കാമല്ലോ എന്താ അവസ്ഥ എന്ന്. ഇതുപോലെ തന്നെയാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു ഇതും ആയിട്ടില്ല, ഞാൻ പറഞ്ഞാലോ, നിങ്ങൾ ഇനിയും ഇതേ രീതിയിൽ തന്നെ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇതിന് മാറ്റം വന്നേ പറ്റൂ. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ്, 2024 തുടങ്ങിയത് അറിഞ്ഞില്ല, ഇതേ തീർന്നു. 2023 ഇതേപോലെ തന്നെയായിരുന്നു. 2023 സ്പീഡിൽ എന്ത് ചെയ്തു? 2024. ഇനി ഇതിന്റെ *2 സ്പീഡിലായിരിക്കും 2025 കഴിയുക. അതിനേക്കാളും ഇതിലായിരിക്കും 2026 കഴിയുക. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എങ്ങോട്ടാ പോകുന്നത്? മേലേക്ക്. നമ്മൾ സ്വർഗം എന്ന് പറയുന്നില്ലേ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എങ്ങോട്ടോ, മേലേക്ക് പോകാനുള്ള സമയമായി. എത്രയും പെട്ടെന്ന് നമ്മുടെ ചുറ്റുമുള്ളവർ 20-ാമത്തെ വയസ്സിൽ, 25-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിൽ, 90-ാമത്തെ വയസ്സിൽ വരെ മരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളുടെ സമയം എത്ര നാൾ ഉണ്ടെന്നുള്ള അറിയത്തില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതത്തെ നിങ്ങൾ കൃത്യമായിട്ട്, അതായത് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് കടന്നു വരാം. അതിനു മുന്നേ അപ്പോൾ ഈ 2024 സ്പീഡിൽ കഴിഞ്ഞു ചിന്തിക്കുന്നവരോട് ഒരു കാര്യം ഞാൻ പറഞ്ഞു, 2025 ഇതിൽ സ്പീഡിൽ പോകും. അന്നും നിങ്ങൾക്ക് ഈ ഒരു കഴിഞ്ഞ പോലെ ഒരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളൊരു പരാജയമായിട്ട് കരുതുക.
എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, പുതിയ നിക്ഷേപങ്ങളെ പറ്റി പറയും. ഞാൻ എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ പുതിയ നിക്ഷേപം മ്യൂച്വൽ ഫണ്ട്സ് എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്കൊരു സാധാരണക്കാരനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെ ഈസി ആയിട്ട് എത്താം തുടങ്ങിയ കാര്യങ്ങൾ, ഒരു നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഇന്നത്തെ ഈ 2025 ഒരു തീരുമാനം, എൻ്റെ അപേക്ഷയാണ്, നിങ്ങളുടെ ഒരു ചെറിയ തുക മ്യൂച്വൽ ഫണ്ട്സിൽ, ഇപ്പോൾ എന്തുകൊണ്ടാണ് നീ എന്നാ ചക്കയെ വാങ്ങിയാൽ പറയുന്നതെന്ന് ഓർത്തിട്ട് എന്നെ തെറി പറയുന്നത് വരുന്നതിന് മുന്നേ ആയിട്ട് ഇതുവരെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സിൽ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഒരു നിക്ഷേപം നടത്തിയിട്ടില്ലെങ്കിൽ, അല്ല ഈ എല്ലാവരും നേരെ കടലിൽ പോയി ചാടിയവരായിരിക്കും മിക്കവാറും. അതായത് വലിയ ഷെയർ മാർക്കറ്റ് ഡയറക്റ്റ് വലിയ വലിയ മീനുകളെ പിടിക്കാൻ വേണ്ടി നേരിട്ട് പോയി ചാടിയവരായിരിക്കും. അല്ലാതെ നമുക്കൊരു കൂട്ടമായിട്ട് വരുന്ന ചെറുമീനുകളെ പിടിക്കാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിഞ്ഞ് കൈ പൊള്ളിയവരായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങളൊരു ചെറിയ നിക്ഷേപം നിർബന്ധമായിട്ടും തുടങ്ങുക. എൻ്റെ വാക്ക് കേട്ട് എന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയൊരു എമൗണ്ട് ആയിട്ട് ചെയ്യേണ്ടതല്ല. എൻ്റെ കുട്ടി വളർന്ന ആ കുട്ടീനെ ഒരു ഡോക്ടറോ എഞ്ചിനീയറോ ആക്കണമെങ്കിൽ ഒരു മെച്യൂരിറ്റി പ്രായം എത്തിക്കുന്ന ഒരു 10-25 വർഷം വേണം. ആ 10-25 വർഷത്തേക്ക് എൻ്റെ കയ്യിൽ നിന്നുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു 10%, ഒരു 1000 രൂപ, 2000 രൂപ, 3000 രൂപ, 5000 രൂപ മാറ്റി വെക്ക്. എൻ്റെ ഭാവിയിൽ ഞാൻ റിട്ടയർമെന്റ് ആകുമ്പോൾ ഇപ്പോൾ എൻ്റെ പാരൻസ് കഷ്ടപ്പെടുന്ന പോലെ ഞാൻ കിടന്ന് കഷ്ടപ്പെടാൻ പാടില്ല. എനിക്ക് റിട്ടയർമെന്റ് ആയാലും എൻ്റെ കയ്യിൽ പൈസ വേണം. എൻ്റെ ചിലവുകൾക്ക് എൻ്റെ പിള്ളേരുടെ മുന്നിൽ പോയി കൈനുപ്പി നിൽക്കാൻ പാടില്ല എന്നൊരു തീരുമാനം വേണമെങ്കിൽ ഇന്ന് ചെറിയ എമൗണ്ട് മാറ്റി വെക്ക്. മിച്ചം വേണം, അല്ല ആഗ്രഹങ്ങളെല്ലാം മാറ്റി വെക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു യാത്ര പോയപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ ചെറിയ പ്രായമുള്ള 24-25 ഞങ്ങൾക്ക് മറ്റേ ക്ലബ് എഫ് എമ്മിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയപ്പം കൂടെയുള്ളവരോട് ഞാനിങ്ങനെ സംസാരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ആ പിള്ളേർ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം അവർ വിചാരിച്ചു ഇവ ചാക്കോ എന്നാ പറയുന്നത്, വെറുതെ വെറുപ്പിക്കുകയാണല്ലോ എന്ന്. പിന്നെ അവർക്ക് ക്യൂരിയോസിറ്റി കൂടി, പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാക്കി പറഞ്ഞു. ഞാൻ ചോദിച്ചു നിനക്ക്, അവരെല്ലാം സാലറി മേടിക്കാൻ നഴ്സിംഗ് കഴിഞ്ഞും വിദേശത്തേക്ക് പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുന്നവരാ. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ സാലറി മേടിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമുക്കത് മേടിക്കണം, ഇത് മേടിക്കണം, കുറച്ച് പൈസ ബാങ്കിൽ ഇടണം, ഇതൊക്കെ ഉള്ളൂ. ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവില്ല. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ പൈസ മാനേജ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനത്തെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ അവരോട് സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്തു 50-30-20 റൂൾ. 50% നിങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കുക, ബാക്കി 30% നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക, ബാക്കി 20% ആദ്യമേ എന്ത് ചെയ്യുക, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞാൽ ശരിയാണ്, അടിസ്ഥാന കാര്യങ്ങൾ വെച്ചു, അപ്പോൾ ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു, അവസാനം 20% മാറ്റി വെക്കാൻ ഇല്ല എന്ത് ചെയ്യും? നമ്മൾ അതിനാണ് ആദ്യം ചെയ്യേണ്ടത്. 50-30-30-20 റൂളിൽ ആദ്യം ചെയ്യേണ്ടത് 20 ആണ്. അതായത് നമുക്ക് കിട്ടുന്ന സാലറിയുടെ 20% ആദ്യം മാറ്റി വെക്കുക, ബാക്കി 80% നമ്മുടെ കയ്യിലുള്ളൂ. ആ 80% നമ്മുടെ അടിസ്ഥാന ഘടകങ്ങൾ നിൽക്കുക. ചിലപ്പോൾ അടിസ്ഥാന ഘടകങ്ങൾ കുറച്ചേ ഉണ്ടാവും, ചിലപ്പോൾ കൂടുതലുണ്ടാവും. അപ്പോൾ കൂടുതൽ അടിസ്ഥാന കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ കുറയ്ക്കണം, അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് അല്ല കുറയ്ക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ശരിയാണ് യാക്കോ, ശരിയാണ്, നമുക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ആദ്യമേ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വളരെ ഒരു അടിസ്ഥാനയില്ല, ഞാൻ പറയാം വെരി ബേസിക് തിങ്സ് എന്നുള്ള രീതിയിൽ അടിസ്ഥാനം നമുക്ക് സെറ്റാക്കി കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഒരു 1.5 മണിക്കൂർ യാത്രയിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അവർ വളരെ ഹാപ്പിയായി. അപ്പോൾ അവർക്ക് ഉറപ്പാണ് ഇനി, കാരണം ഇതുവരെ അവർക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇനി അവർക്കറിയാം, ഞാൻ ഒരു വരുമാനം കിട്ടിയാൽ, എനിക്കൊരു 100 രൂപ കിട്ടിയാൽ ഞാൻ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളൊരു അടിത്തറ, അവർക്ക് അടിസ്ഥാനം ഞാൻ ആക്കി കൊടുത്തു. ആ അടിത്തറയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിലേക്കും കൊടുക്കേണ്ടത്. 2025 കിടക്കുവാണ്. ഇതുവരെ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയോ, ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ, ഫ്യൂച്ചറിലേക്ക് വേണ്ടി ഒരു നീക്കിയിരിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ കൂലിപ്പണിക്കാരനായിക്കോട്ടെ, ഓട്ടോ തൊഴിലാളി ആയിക്കോട്ടെ, ഡ്രൈവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്നാ തോട്ടിപ്പണിക്ക് പോകുന്നത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജോലിക്കാരനായിക്കോട്ടെ, ബാങ്ക് ഉദ്യോഗസ്ഥനായിക്കോട്ടെ, നിങ്ങൾ ഏത് തരം ജോലി, ഒരു വരുമാനം നിങ്ങൾ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 10 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്നില്ല, ഞാൻ പറയും നിങ്ങൾക്ക് പണിക്ക് പോകണ്ട. നിങ്ങൾ ജീവിക്കാനേ ഇതിലാണ് സമ്പാദിക്കുന്നതിന്റെ 10% നിർബന്ധമായിട്ട് മാറ്റി വെക്കുക. നമ്മൾ ഇതുവരെ ചെയ്ത് വെച്ചിട്ടുള്ളതിന്റെ ഫലമാണ് 1 രൂപ പോലും നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കാത്തത്. കാരണം ആദ്യമേ നമ്മൾ ചെലവ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി വെക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വരുമാനത്തിന്റെ 20% ആദ്യമേ തന്നെ മാറ്റി വെക്ക്. അത് ശീലിപ്പിക്കുക. നിങ്ങൾക്കോ സാധിച്ചില്ല, നിങ്ങളുടെ മക്കളെ കൊണ്ട് അത് പറഞ്ഞു കൊടുക്കുക. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ, നമ്മുടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും 3 കാര്യങ്ങൾ നിങ്ങൾ 2025 നിങ്ങൾ, എൻ്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് വാല്യൂ ആഡഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിനെ മാറ്റാമെന്ന് ഞാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണാണ്. നമ്മളുടെ ഫോണ് എൻ്റെ ഫ്രണ്ടാണോ എൻ്റെ ശത്രുവാണോ? ചിന്തിച്ചിട്ടുണ്ടോ?
നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഈ ഫോണ് എൻ്റെ ശത്രുവാണോ എൻ്റെ ഫ്രണ്ട് ആണോ എന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടോ? അതായത് ഏതാണെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വിചാരിക്കുക എൻ്റെ ഫോൺ ശരിയാണ്, എനിക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട്, എൻ്റെ സമയം കളയുന്നുണ്ട്, എല്ലാം ഉണ്ട്, എൻ്റെ ഫ്രണ്ട് ആണല്ലോ. അല്ല, ഞാൻ പറയുന്നു നമ്മളുടെ ഫോൺ നമ്മളുടെ ശത്രുവാണ്. എൻ്റെ സമയം കളയാൻ, എൻ്റെ സമയത്തെ കൊല്ലാൻ, കാരണം എൻ്റെ സമയം എങ്ങനെ വേസ്റ്റ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത് ഫോണാണ്. എനിക്ക് ആഗ്രഹമില്ലാത്ത, ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോയി എൻ്റെ മുന്നിലേക്ക്, കൺമുന്നിലേക്ക് ഇട്ടു തരുന്നത് ആരാ? ഈ ഫോണാണ്. എന്നെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കണം, ഇങ്ങനെ പറയണമെന്ന് മറ്റുള്ളവരുടെ വീഡിയോ എന്നെ കണ്ട് ചെയ്യിപ്പിക്കുന്നവരാ ഇതാണ്. പക്ഷേ എങ്ങനെ നമുക്ക് ഈ ശത്രുവായ ഫോണിനെ എൻ്റെ മിത്രമാക്കി മാറ്റാം, എൻ്റെ കൂട്ടുകാരനാക്കി മാറ്റാം എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം വെച്ചാലോ, നമ്മളുടെ ഫോൺ, ഞാൻ പറയാം, ഈ ലോകം മുഴുവൻ എൻ്റെ കൈത്തുമ്പിലുള്ള ഈ വെള്ളയ്ക്കുള്ളിൽ എൻ്റെ ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന സാധനത്തിനെ എന്താണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് കണ്ടുപിടിക്കാനുള്ള, എനിക്ക് ആവശ്യമുള്ളത് മാത്രം കാണിച്ചു തരാനുള്ള ഒരു ഉപകരണമായിട്ട് നമ്മളുടെ ഫോണിനെ മാറ്റാവൂ. ഞാൻ എൻ്റെ ഫോണിൻ്റെ എൻ്റെ ഫോൺ എൻ്റെ ശത്രുവായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സമയം മുഴുവൻ വേസ്റ്റിലാക്കാൻ, വെറുതെ ചുമ്മാ കണ്ട ഡാൻസും കുണ്ടികളക്കലും തുള്ളിമറിയലും മാത്രം കണ്ട് നമ്മുടെ സമയം കളയാതെ നമുക്ക് ആവശ്യമുള്ളത് പഠിക്കാനുള്ളത് ഉപകരണമായിട്ട്, അല്ലെ നമുക്ക് ആവശ്യമുള്ള അറിവുകൾ നേടാനുള്ള ഒരു സാധനം, ഒരു ഉപകരണം മാത്രമായിട്ട് നമ്മളുടെ ഫോണിനെ കണ്ടേ പറ്റൂ. നമ്മളുടെ ഫോണ് നമ്മളെ കൊണ്ടുപോകുന്നത് ആകെ 2 ദിശയിലേക്കാണ്. ഒന്നെന്താ? പാസ്റ്റ്, ഒന്ന് ഫ്യൂച്ചർ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് കുറേ ഓർമ്മകൾ നമ്മളുടെ ഫോണിലുണ്ട്. ഈ പഴയ ഓർമ്മകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ചിലപ്പോൾ പഴയ മോശമായ കാര്യങ്ങളുടെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി ഇടയ്ക്കിടയ്ക്ക് നോക്കി കാണുമ്പോൾ എന്ത് ചെയ്യുക, പഴയ ഓർമ്മകൾ. അല്ലെങ്കിൽ നമ്മൾ ഫേസ്ബുക്ക് നോക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ വലിയ നിലയിലെത്തി, ഞാൻ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായി, എനിക്ക് ഭയങ്കര പണ്ടാരം അടങ്ങാൻ, ഞാൻ എവിടെ എത്തിയില്ല, അവൻ നല്ല നിലയിലെത്തി, എനിക്കൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അവൻ എല്ലാം ആയല്ലോ, അവൻ സെറ്റിലായല്ലോ, അവൻ കുട്ടികളായി, കുടുംബമായി, വണ്ടിയായി, വീടായി, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ഇപ്പോഴും വട്ടപൂജ്യത്തിലാണെന്നുള്ള രീതിയിൽ എന്നെ ചിന്തിപ്പിക്കുകയാണ്. എൻ്റെ മൈൻഡിനെ ഞാൻ സ്വയം ഇത് ചെയ്യുവാണ്, നെഗറ്റീവ് ചിന്തയിലേക്ക് എൻ്റെ പോവുകയാണ്. പാസ്റ്റിനെ പഴിചാരിക്കൊണ്ട് ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുവാണ്. അങ്ങനെ ചെയ്യാമായിരുന്നു. ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഏറ്റവും ആദ്യം കൊണ്ടുപോവുക. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയാണ്. ഈശ്വര, എൻ്റെ ഭാവി എന്താവും, ഇങ്ങനെ പോയാൽ എന്താവും, ഞാൻ ഭാവിയിൽ എന്ത് ചെയ്യും, അങ്ങനെ ചിന്തിച്ച് ഇനിയുള്ള ലൈഫ് കുറെ കളയാൻ, അവൻ എത്രയായാലും ഞാൻ ഇനി എന്നാണ് അത് എത്തുക, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എൻ്റെ ജോലി പോലും ഇല്ല, ഇങ്ങനത്തെ പല കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. പാസ്റ്റിലെ ഫ്യൂച്ചറിലേക്കുള്ള 2 ദിശയിലേക്ക് മാത്രമേ നമ്മൾ കൊണ്ടുപോകുള്ളൂ. പക്ഷേ ഈ ഫോണിനെ അറ്റ് പ്രസന്റ് ജീവിക്കണമെങ്കിൽ ലിവ് ഇൻ ദ പ്രസന്റ് എന്ന് പറയില്ലേ, ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താണോ ആ സാഹചര്യത്തെ സന്തോഷത്തോടെ ജീവിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു, നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല, കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഇപ്പം ചെയ്യാം. ഭാവിനെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുമോ? നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ, നാളെ നേരം വിളക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന വല്ല ഉറപ്പുണ്ടോ? ഒരുറപ്പുമില്ല. അപകടങ്ങൾ വരാം, അല്ലെങ്കിൽ നിന്ന് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് മരിച്ചു പോകാം, അല്ലെങ്കിൽ അത് സന്തോഷത്തോടെ കുടുംബമായിട്ട് ജീവിക്കാം. നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഭാവിനെ പറ്റി നോ ടെൻഷൻ, കാരണം നമ്മുടെ കയ്യിലല്ല. നമുക്ക് ചെയ്തു വെക്കേണ്ടതുണ്ട്. ജീവിച്ചു പോകുവാണെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലാണ്, അല്ലെ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അത് ചെയ്യാതിരുന്നിട്ട് കഴിഞ്ഞ 10-25 വർഷമായിട്ട് നമ്മൾ ഇത്രയും ചെയ്തില്ല, എന്നിട്ടോ ഞാൻ ഇന്നിവിടെയാണ് നിൽക്കുന്നത്, ഇതേ കാര്യം മുന്നോട്ട് ഇതേപോലെ പോയാൽ എന്താ അവസ്ഥ? ഭാവി ഇതിനേക്കാളും മോശമാകും, ഉറപ്പായിട്ടും മോശമാകും. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വെക്കുക എന്നല്ലാതെ ഭാവിനെ പറ്റി ഓർത്ത് ഒരു ടെൻഷനില്ല. അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യുക. ലിവ് ഇൻ ദ പ്രസന്റ്. ഭാവി വിട്ടേക്ക്, ഭൂതം വിട്ടേക്ക്. ഈ പറഞ്ഞ പോലെ എന്താ പറയാ, പാസ്റ്റ് കഴിഞ്ഞു പോയതും വിട്ടേക്ക്, വരാനിരിക്കുന്നതിനും വിട്ടേക്ക്. ലിവ് ഇൻ ദ പ്രസന്റ്. നമ്മളുടെ കുടുംബവുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക, നമ്മളുടെ കൂട്ടുകാരും ഒത്ത് കറങ്ങാൻ പോവുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ ഇരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുക. നമ്മളുടെ ഫാമിലിയിൽ ആ ഒരു അസറ്റ് മുന്നോട്ട്, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാനാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫോണിനെ പറ്റി തന്നെയാണ്. അതായത് നിങ്ങളുടെ ഫോണിൻ്റെ മാസ്റ്റർ ആയിരിക്കണം. എൻ്റെ പട്ടി എന്നെ അനുസരിക്കുന്ന നായയായിട്ട് നിൽക്കണം, അല്ലാതെ ആ പട്ടിയുടെ കൂട്ടുകാരനായിട്ടോ അല്ലെങ്കിൽ എന്നാ പറയുക അവൻ്റെ അടിമയായിട്ടോ അല്ല നിൽക്കേണ്ടത്. അത് പറയുന്നതല്ല ഞാൻ കേൾക്കേണ്ടത്. ഞാൻ എന്ത് പറയുന്നതോ ആ പറയുന്നത് കേൾക്കാനുള്ള ആ പട്ടിയുടെ മാസ്റ്റർ ആയിരിക്കണം. അതായത് എൻ്റെ ഫോണിൻ്റെ മാസ്റ്റർ ആയിരിക്കണം ഞാൻ. എനിക്ക് അറിയാനുള്ളത് മാത്രം നോക്കുക, അതിനെപ്പറ്റി കാണുക. അതിനുശേഷം വരുന്ന വീഡിയോസ് കാണാതെ ബാക്കിയുള്ള അതിൻ്റെ പ്രോഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്നെ നിയന്ത്രിക്കേണ്ടത് എൻ്റെ ഫോണല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്നെ നിയന്ത്രിക്കേണ്ടത് എൻ്റെ ഫോണല്ല, എൻ്റെ ഫോണിനെ നിയന്ത്രിക്കേണ്ടത് ഞാനാണ്.
ആ ഒരു ഇതിൽ എത്തിയില്ലെങ്കിൽ. കാരണം ഞാൻ പറഞ്ഞു 8 മണിക്കൂർ ഒരു മനുഷ്യൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയമാണ് നമ്മൾ ഫോണിൽ ചിലവാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഫോണിൽ ചിലവാക്കി നമ്മൾ നമ്മുടെ ഉറക്കവും കഴിഞ്ഞ് ബാക്കിയുള്ള 8 മണിക്കൂർ നമ്മൾ എന്താ കാണിക്കുന്നത്? ഒരു സമയം പോലും നമ്മുടെ ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇതിനിടയിൽ നമ്മളുടെ ബന്ധങ്ങൾ നമ്മൾ എന്താ കാണിക്കുന്നത്? ഒന്നുമില്ല. നമുക്ക് അറ്ററ്റ് പോവാണ്. ഓരോ വർഷവും നമ്മളുടെ ആരോഗ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ബന്ധങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫിനാൻഷ്യലി നമ്മൾ വീക്ക് ആവുകയാണ്, എല്ലാ കാര്യത്തിലും നമ്മൾ താഴേക്ക് പോകണം. നമ്മൾ മാറി ചിന്തിക്കുന്നില്ല. നമ്മുടെ അടിസ്ഥാനം ഇല്ല. നമ്മുടെ അടിസ്ഥാനം വെരി മോശമാണ്, വളരെ മോശമാണ്. ഈ അടിസ്ഥാനം ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾ ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യും, വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ലക്ഷ്യങ്ങളൊന്നും ആദ്യം നമുക്ക് എടുക്കാൻ പറ്റില്ല. 1000 2000 തുടങ്ങുക. നിങ്ങൾ ചെറിയ നിക്ഷേപങ്ങൾ മാറ്റി വെക്ക്. ഭാവിയിലെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അന്ന് നമ്മൾ ഉണ്ടാവില്ല എന്നുള്ളത് വേറെ കാര്യം. ചെയ്തു വെക്കുക. കിട്ടിയാലോ, അന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇല്ലാതിരിക്കുന്നതിനേക്കാളും ജീവിക്കണ്ടേ? ജീവിക്കാനുള്ള ചെലവ് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിനുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഫോൺ നമ്മളായിരിക്കണം നമ്മളുടെ ഫോണിന്റെ മാസ്റ്റർ. അതിന്റെ അടിമയാകാൻ നമ്മൾ അനുവദിക്കരുത്. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം, ഡിസ്കവർ ദ റിയൽ ലൈഫ്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ്റെ ഒരു വീഡിയോ ആണ്. പുള്ളി പറഞ്ഞ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. ആ വീഡിയോ കണ്ടതിൻ്റെ പ്രചോദനത്തിലാണ് ഞാൻ പറഞ്ഞത്. പുള്ളി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാനും പറയുന്നുള്ളൂ. പക്ഷേ എനിക്കിത് പറയാൻ ആഗ്രഹം തോന്നി. നമ്മളാരും ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളാണ്. കാരണം വെച്ചാൽ ഡിസ്കവർ ദ റിയൽ ലൈഫ് എന്ന് വെച്ചാൽ ശരിയായ നമ്മളുടെ ജീവിതം എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും ഓരോരോ ഇതിൻ്റെ പുറകെ ഓടുവാണ്, ആർത്തിയോടെ ഓടുവാണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ എല്ലാ ദിവസവും ഫോൺ എടുക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, ചീറ്റ് ചെയ്യുന്നു, പലരെയും വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. പക്ഷേ നേരിട്ട് അവരുമായിട്ട് ഇടപഴകുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ എങ്ങനെയാണ്? നിങ്ങൾ അത് നേരിട്ട് കാണാനൊരു ഇതുണ്ടോ? ചിലപ്പോൾ നമ്മൾ ചീറ്റ് ചെയ്യും, ഹായ് ഇടാ, എന്തുണ്ട് അങ്ങനെ പറയും. പക്ഷെ നേരിട്ട് ഒരു ഇടപഴകാനോ, ഒരു ഗ്രൂപ്പിന്റെ മുമ്പിൽ ഇടാനോ ഇരിക്കാനോ, ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ഇടപെടാനോ നമ്മൾ തയ്യാറല്ല. ഇപ്പം ഞാനൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുടുംബത്തിലെ പാരൻസ് എപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടാണ്, അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലാനോ അങ്ങനത്തെ കാര്യത്തിൽ അവർക്ക് അവരുടേതായ ലൈഫും കാര്യങ്ങളും അങ്ങ് പോവുകയാണ്. പ്രത്യേകിച്ച് ബാക്കി കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെയൊക്കെ പാരൻസ് മിക്കപ്പോഴും വീടുകളിൽ ഒതുങ്ങി കൂടുകയാണ്. അവർക്ക് മറ്റൊരിടത്ത് ചെയ്യാൻ താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ആകാൻ പാടില്ല എന്ന് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സോഷ്യലായിട്ട് നമ്മൾ എന്ന് എല്ലാം നമുക്ക് എന്റർടൈൻമെന്റ് ഫോണിൽ കിട്ടുന്നുണ്ട്, അല്ലേ? നല്ല എന്റർടൈൻമെന്റ് ആണ്, ടൈം പാസിംഗ് ആണ്, ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, ന്യൂസ് കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട് വീട്ടിലിരുന്ന് തന്നെ. പക്ഷെ സമൂഹത്തിലേക്ക് ഇടപെട്ട് നമ്മൾ അവരോട് കുറച്ച് സ്വറ പറഞ്ഞിരിക്കാനും, നമ്മൾക്ക് ആരോഗ്യപരമായിട്ട് കിട്ടുന്ന കുറച്ച് കൂട്ടുകാർ ഒത്ത് നല്ല രീതിയിൽ എന്തെങ്കിലും കളികളിൽ ഏർപ്പെടാനും, അല്ലെങ്കിൽ വീട്ടുകാർ ഒത്ത്, ഞാൻ പറയട്ടെ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ഭാര്യേനെയും മക്കളെയും കൂട്ടിയിട്ട് ഒരു ഔട്ടിങ്ങിന് പോയിട്ട് പോകുന്നവരുണ്ട് കേട്ടോ, ഒരുപാട് പേരുണ്ട്. എത്ര പേരുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, വീട്ടിൽ അടച്ചു കൂത്തിയിരിക്കുന്നത്? ഞാനും എൻ്റെ വൈഫും പിള്ളേരും ഇടയ്ക്കിടയ്ക്ക് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത് പോയിട്ട് ഒരു ചായ കുടിക്കാനെങ്കിലും ഞങ്ങൾ ഇടയ്ക്ക് പോകും. ആഴ്ചയിൽ ഒന്ന് ഒരു സിനിമയ്ക്കൊക്കെ ഞങ്ങൾ പോകും. വീട്ടിൽ ശനിയാഴ്ചകളിൽ വീട്ടിലിരിക്കുവാണെങ്കിൽ ഞാനായിരിക്കും മിക്കപ്പോഴും അടുക്കളയിൽ കയറി ഇത് ചെയ്യുക. അവളുടെ കൂട്ടത്തിൽ കുക്ക് ചെയ്യാനൊക്കെ ഇതാണ്. കാരണം വെറൈറ്റി ഡിഷസ് വേണമല്ലോ. ഇച്ചിരി അലങ്കോലൊക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അറിയാലോ, വൃത്തിക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കത് ഹാപ്പിയാണ്, നമ്മളത് ചെയ്യും. പക്ഷെ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, പെണ്ണുങ്ങളായ രാവിലത്തെ പണി തീർന്നിട്ട് രാവിലെ അടുക്കളയിൽ കയറുന്ന വൈകുന്നേരം ആയാലും ഇതും തീരൂല. ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ ചെയ്യും, എല്ലാ പണി എടുക്കുകയും ചെയ്യും, ഇങ്ങനെ അവർ പുറത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. വീട്ടുകാർക്ക് തിന്നാനും മൂട് തോന്നൂല, ഒന്നുമില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥ മാറണം. ഇപ്പം നമ്മുടെ ഞാൻ വിളിച്ചു ഒരുപാട് സമൂഹത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുപാടത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള, ഒരു സ്ത്രീയും ഒരിക്കലും അടുക്കളയിൽ തടക്കപ്പെട്ട് കിടക്കാനുള്ളതല്ല. ഒരു ദിവസം ഒരു കാര്യം കുറഞ്ഞു പോയെന്ന് ഓർത്തിട്ടോ, അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ പുറത്തു പോയി കഴിച്ചെന്ന് ഓർത്തിട്ടോ ഇങ്ങനെ ഒരു പ്രശ്നമില്ല. ചിലവർ ടൂറ് പോകുവാണെങ്കിൽ വീട്ടിൽ നിന്ന് പൊതിഞ്ഞെടുത്തോണ്ട് പോകും. ഞാൻ പറയും, എൻ്റെ മമ്മി, നമ്മൾ വിദേശത്തേക്കല്ലല്ലോ പോകുന്നത്, നമ്മൾ പുറത്തേക്കല്ലേ പോകുന്നത്, ഒരു ദിവസം പുറത്തുനിന്ന് കഴിക്കാം. അങ്ങനെ പറഞ്ഞാൽ അവരൊരു ഇതൊക്കെ മാറി. കാരണം വീട്ടിലെ ഭക്ഷണം മാത്രം കഴിച്ചാലേ ശരിയാവുള്ളൂ. അത് അവരെ പറയുന്ന കാര്യമില്ല. കാരണം അവരുടെ വയറിലെ അസുഖം, എൻ്റെ മമ്മിക്കൊക്കെ വയറ്റിൽ പ്രശ്നമുണ്ട്. അപ്പൊ അവർക്ക് അതിൻ്റെതായ ഇതായിരിക്കും, അവരുടെ കൺസേൺസ് അതാണ്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമുക്ക് വെറൈറ്റി വീട്ടിൽ നിന്ന് ദിവസം മാറി പുറത്തു പോയി കഴിച്ചാൽ രസമല്ലേ? ഇടയ്ക്കൊരു ഡിഫറെന്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി എന്ന് ചിന്തിക്കുന്നവരാണ് പഴയ തലമുറയും പുതിയ തലമുറയും. ഒരിക്കലും പഴയ തലമുറക്കാരെ മാറ്റാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷേ പഴയ തലമുറയിലുള്ളവർ ചിന്തിക്കേണ്ട കാര്യം പുതിയ തലമുറയിലുള്ളവരെ പിടിച്ചു കെട്ടാതിരിക്കാൻ നോക്കരുത്. കാരണം അവരുടേതായ ലോകമുണ്ട്. ഇന്നത്തെ കാലത്ത് ആരോടെങ്കിലും സ്ഥിരമായിട്ട് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്തു വെച്ച രാവിലെ അടുക്കളയിൽ കയറി അവിടെ വീട്ടിലത്തെ പണി മുടക്കി വീട്ടിലെ നാളെല്ലാം അലക്കും തുണി എല്ലാം കഴിഞ്ഞ് എല്ലാ പണിയും ചെയ്തിട്ട് വൈകുന്നേരം കിടക്കാൻ വരുന്ന ഏറ്റവും പാതിരാത്രിക്ക്. ബാക്കി എല്ലാവരും അവിടുത്തെ അടിമയെ പോലെ പണിയെടുത്തോണ്ടിരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് ആൾക്കാർ മാറി. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നമ്മുടെ പാരൻസിനൊക്കെ നിർബന്ധം ഉണ്ടാവും, എല്ലാം ഇത്ര കറി വേണം, തോരൻ വേണം, ഇത് വേണം എന്നുള്ളത്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. നമുക്കൊരു ഇത്രയാണെങ്കിലും അച്ചാറോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യമാണ്. അവരുടെ ആ അടുക്കളയും ഇതുമായിട്ട് ഒതുങ്ങി പോവുകയാണ്. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല. ഒരു മാറി ചിന്തിക്കുക. വർഷം എത്രയായി, ഇനി ജീവിക്കാൻ കുറച്ചേ ഉള്ളൂ, കാണാനായിട്ട് ഒരുപാട് ലോകമുണ്ട്, കാണാൻ പോവുക കാഴ്ചകളോടെ. അല്ലാതെ ഈ ഒതുങ്ങി
ഒതുങ്ങി മാത്രം എൻ്റെ അസുഖങ്ങൾ ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ പുറത്തേക്ക് ഇറങ്ങി പോകാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തണം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പാരൻസിനെ പോലെ ഒരിക്കലും ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ കഷ്ടപ്പെട്ട് ഈ ലെവലിൽ എത്തി. അവർക്ക് എന്താ ഇനി എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നുള്ള ചിന്തയാണ്. പക്ഷെ നമുക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. ഭാവിയിൽ നമുക്ക് ഇതേ ആഗ്രഹങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മുടെ കയ്യിൽ പൈസ വേണം. അവരുടെ കയ്യിൽ പൈസ ഇല്ല, നമ്മുടെ കയ്യിൽ പൈസ വേണം. ആ പൈസയിലേക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഇന്നേ മാറ്റി വെക്കുക എന്നുള്ളത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എല്ലാവരും പറയും ഇതിനൊക്കെ ചിലവില്ലേന്ന്. ഞാൻ പറഞ്ഞു ശരിയാ, ചിലവുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചിലവ് മാത്രം നോക്കിയിട്ട് വീട്ടിൽ ഒതുങ്ങി കൂടുന്നതാണോ, അല്ലെങ്കിൽ ചിലവ് നോക്കാതെ അത്യാവശ്യം ഇച്ചിരി ചിലവുണ്ടെങ്കിലും നമ്മൾ കുടുംബത്തിൽ ഒരുമിച്ച് ഈ പുറത്ത് പോകുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാനും, ഒരു ക്ലബ്ബ് സ്വരൂപിക്കാനും, ആഴ്ചയിലൊന്നും എല്ലാവരുമായിട്ട് കൂടാനും, കൂട്ടുകാരൊത്ത് ചുമ്മാ സൊറ പറഞ്ഞിരിക്കാനും, നാട്ടിലെയും വീട്ടുകാരുടെയും കുറ്റങ്ങളൊക്കെ പറഞ്ഞ്. എനിക്കിവിടെ നമ്മുടെ ടൗണിൽ നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കും. ആ ക്രിക്കറ്റ് കളിക്കുന്ന ഞാൻ വലിയ ബാറ്റ്സ്മാനോ ബൗളറോ കാര്യങ്ങളൊന്നും അല്ല. നമ്മളൊക്കെ എല്ലാ ദിവസവും ഡക്കായിരിക്കും, ഫസ്റ്റ് ബോളിൽ തന്നെ ഔട്ടാവുന്നതായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് വെച്ചാൽ നമ്മളെ കൂവി കളിയാക്കും. ചിലന്മാര് നമ്മളെ കളിയാക്കുന്നവർ സീറോയ്ക്ക് ഔട്ടായുള്ള അവസ്ഥ വെച്ച് നോക്കി. അങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ള ഒരു 1 hour ടൈമാണ് വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ. ആ സമയത്ത് ഞാൻ ഫോൺ നോക്കത്തില്ല. എന്നാ ബിസിയുള്ളവനാന്ന് പറഞ്ഞാലും കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫോണെ നോക്കത്തില്ല. ആ 1 മണിക്കൂർ സമയം എൻ്റെ മനസ്സിലെ ടെൻഷൻസ് എല്ലാം ഇറക്കി വെക്കാനുള്ള സമയമാണ്. കൂട്ടുകാരുമൊത്ത് നമ്മൾ നല്ല രീതിയിൽ സമയം, ഒരുപാട് നല്ല അടുത്ത സുഹൃത്തുക്കളാണ് നമുക്കത്. ഏതൊരാവശ്യത്തിന് വിളിച്ചാലും നമുക്ക് ഓടിയെത്തുന്ന കുറെ സുഹൃത്തുക്കളാണ് അവിടെ കിട്ടുന്നത്. നാട്ടിൻ പുറത്ത് അത്യാവശ്യം ഞങ്ങളുടെ ഇവിടെ കുഞ്ഞു കുഞ്ഞു തോടുകളുണ്ട്. ഞങ്ങൾ ഇവിടെ തോട്ടിലൊക്കെ പോയി ഇടയ്ക്ക് കുളിക്കാൻ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ആദ്യം വീഡിയോ പറഞ്ഞ പോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കയത്തിൽ പോയാണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം മരിച്ചത്. അത് വളരെയധികം ഞങ്ങളെ ഒരു ദുഃഖത്തിലാക്കിയൊരിതാണ്. എൻ്റെ അടുത്ത ഫ്രണ്ട് അല്ലെങ്കിൽ പോലും നേരിട്ട് നല്ല പരിചയമുള്ള ഒരു കുട്ടി, 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങനെ പോയി. അപ്പം നിങ്ങളും ആഘോഷങ്ങളിലേക്ക് പോകുന്നത് നല്ലതാണ്. പക്ഷേ സ്വന്തം ശരീരം നോക്കിക്കൊണ്ട്, നീന്താൻ അറിയാത്തവൻ വലിയ വെള്ളത്തിൽ ഇറങ്ങരുത്. കുഴിയില്ലെങ്കിൽ സൈഡിലോ വല്ലോ നിൽക്കുക. നീന്താൻ അറിയാത്ത മറ്റുള്ളവർക്ക് എന്താ പറഞ്ഞാൽ പോലും അറിയത്തില്ലാത്തൊരു കാര്യത്തിലേക്ക് ചാടി ഇറങ്ങരുത്. തീയോടും അല്ലെങ്കിൽ വെള്ളത്തോടും മാത്രം നമുക്ക് കളിക്കാൻ നിൽക്കുന്നുള്ളത് നമ്മുടെ എന്താ പറയുക, നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളത്. നമുക്ക് ഒരിക്കലും പറയാൻ പോലും പറ്റില്ല. എന്നാ കഴിവുള്ളവനാണെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയേ പോകും. അപ്പം നിങ്ങളുടെ ശരീരം നിങ്ങൾ നോക്കുക. അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്ത് സന്തോഷത്തോടെ ഞാൻ പറയാം, ഞങ്ങൾ നാട്ടിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കണം. നാട്ടിൽ നിൽക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ഒരിക്കലും എനിക്ക് വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആകാനോ അല്ലെങ്കിൽ അവിടുത്തെ ഇവിടെ കാണുന്ന ഫോട്ടോ കണ്ട് അവരവിടെ അധ്വാനിക്കുന്ന കിടന്ന് ഇതാക്കാനോ എനിക്ക് താല്പര്യം. നാട്ടിലൊരു ചേഞ്ചസ് കൊണ്ടുവരാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഒരു ബിസിനസ് തുടങ്ങിയതും 10-15 പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, പുതിയ ആശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ എപ്പോഴും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നാട്ടിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ കൂടെയുള്ളവരും പറയും ചാക്കോച്ചിക്ക് എന്നാ ബെനിഫിറ്റ് ഉണ്ടായിട്ടാണ് ചോദിക്കുക എന്നോട്. പക്ഷേ ഞാൻ പറഞ്ഞോളൂ, എൻ്റെ ബെനിഫിറ്റ് അല്ല, നമുക്ക് നാട്ടിലൊരു ചേഞ്ചസ് കൊണ്ടുവരാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിദേശത്തെ എല്ലാവരും ആഘോഷങ്ങൾ നടത്തുമ്പോൾ ഇവിടെ അതിനേക്കാളും ഗംഭീരമായിട്ട് നമ്മൾ ക്രിസ്മസും ഓണവും കാര്യങ്ങളും ഞങ്ങളിവിടെ ആഘോഷിച്ച് തുടങ്ങിയത്. ഇവിടെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഒരാഘോഷം ഇല്ലാതിരുന്ന സ്ഥലത്ത് നമ്മളുടെ ഇനീഷ്യേറ്റീവ്, ഞങ്ങളുടെ ഈ കൂട്ടുകാരുടെ ഇനീഷ്യേറ്റീവിലാണ് ഞങ്ങളിവിടെ പല ആഘോഷങ്ങളും DJ നൈറ്റ് വരെ ഞങ്ങൾ അടിപൊളിയായിട്ട് നടത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഒരു അഹങ്കാരമായിട്ട് ഞാൻ പറയണം. എൻ്റെ കൂട്ടുകാരുടെ അഹങ്കാരമാണ്, ബന്ധങ്ങളുടെ അഹങ്കാരമാണ്. എനിക്ക് എവിടെ ചെന്നാലും, എനിക്ക് ഓൾ കേരള ഏത് ജില്ലയിൽ പോയാലും എനിക്ക് കൂട്ടുകാരുണ്ടെന്ന് അഹങ്കരിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് യാത്രകൾ പോവുക, നല്ലൊരു ക്വാളിറ്റി സമയം കുടുംബമായിട്ട് ചിലവാക്കുക, കൂട്ടുകാരായിട്ട് ചിലവാക്കുക. അതിനെ കുറ്റം പറയുന്നവരോടൊക്കെ പോയി പണി നോക്കാൻ പറയുക. നമ്മൾ ജീവിക്കുന്നത് നാട്ടുകാരെ ഇത് നോക്കിയിട്ടല്ല. നാട്ടുകാർ എന്നാ പറയുന്നുള്ളവരോട് ഞാൻ പറയുന്നത് പോടാ പുല്ലേ എന്ന് പറയാൻ അമ്മമാരെ ഒഴിവാക്കാനാണ് പറയുന്നുള്ളൂ. നാട്ടുകാരെ നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ലൈഫാണ്, ഇന്നത്തെ ലൈഫാണ്. എൻ്റെ സന്തോഷം തീരുമാനിക്കേണ്ടത് ഞാൻ, അല്ലാതെ മറ്റുള്ളവനല്ല. ഞാൻ കാണിക്കുന്ന എന്തെങ്കിലും എനിക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ അതിനെ എൻജോയ് ചെയ്യണം. അത് മറ്റുള്ളവൻ എന്ത് വിചാരിക്കുന്നത് ചെയ്യാതിരിക്കുന്നതിൽ കാര്യമില്ല. നല്ല കൂട്ടുകാരുമൊത്ത്, നല്ല ഫാമിലിയൊത്ത് ഒരുമിച്ച് ഞാൻ പറഞ്ഞു സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുക. ഈ 2025 നിങ്ങളുടെ ജീവിതം മാറണമെങ്കിൽ അടിത്തറ മാറ്റി വെക്കുക, തോട്ട് പ്രോസസ്സ് മാറ്റുക, ചിന്ത മാറ്റുക. ഞാൻ ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന രീതികൾ ശരിയല്ല എന്നൊരു ഉറപ്പ് നമ്മളുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കാൻ നോക്കുക. എനിക്ക് ഇത്ര പൈസ മതി എന്ന് പറയുന്നവരെ ആദ്യമേ തന്നെ മാറ്റുക. ഇത്ര പൈസ മതി എന്ന് പറയുന്നത് ഒരിക്കലും അത്ര പൈസ പോരാ. നമുക്ക് ആഗ്രഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇത്ര പൈസ പോരാ, നമുക്ക് പണം സമ്പാദിക്കണം. അത് ഒരിക്കലും കള്ളത്തരത്തിലൂടെയല്ല, ചെറിയ ചെറിയ നമ്മളെ നിക്ഷേപങ്ങൾ മാറ്റി വെച്ചിട്ടാകണം. ചെയ്യേണ്ട ജോലികൾ കൃത്യമായിട്ട് ചെയ്യുക, വരുമാനം ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യം മാത്രം നോക്കിക്കൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് മാത്രം ചിന്തിച്ചാലേ നമുക്ക് 2025 മനോഹരമാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് അതിനുള്ള സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങളുടെ അടിത്തറ ഉറപ്പാക്കണം, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം ഉറപ്പാക്കണം. നിങ്ങൾ വിളിച്ചു, നമ്മുടെ ടീം നിങ്ങൾക്ക് കാണേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും. ഞാനിവിടെയുണ്ട്. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാനൊരു ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻസിലേക്കല്ല പറയുക, പക്ക ഒരു രീതിയിൽ നമ്മളൊരു സൊല്യൂഷനായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം
പരിഹാരമായിട്ടുള്ള നിങ്ങളെ ഞാൻ അറേഞ്ച് ചെയ്യാൻ സഹായിക്കും. ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, അവർക്കെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് കൊടുത്ത് പോകുന്നു. ഇപ്പോൾ ഓൾ കേരള ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു 5-6 മാസമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലും ഈ എന്നെ ഈ നേരിട്ട് കാണാത്ത ഒരു എന്താ പറയുക 10-200 ആൾക്കാരാണ് പിന്നെ എൻ്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. അവർക്ക് കൃത്യമായിട്ടുള്ള സർവീസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അവർക്ക് സംശയങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾക്ക്, അവർക്ക് പരാതികൾക്കെല്ലാം ഞാൻ പരിഹാരം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ 2025 കിടക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതല്ല നിങ്ങളൊരു പ്രാരാബ്ധമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഈ 2 കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത്. മൂന്നാമതായിരിക്കണം നമ്മളെ നിക്ഷേപങ്ങൾ. ബാങ്കിൽ FD ഒക്കെ ഇട്ട് ഒരുപാട് കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് 6%, 7% പലിശയ്ക്ക് വേണ്ടി. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. 12 വർഷം കഴിഞ്ഞാൽ ഇതൊക്കെ ഡബിൾ ആവുകയുള്ളൂ. അതേ സമയത്ത് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലിട്ട് അതിൻ്റെ 10 ഇരട്ടി 100 ഇരട്ടി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ 12 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മളുടെ അവസരമാണ്. എത്ര കൂടുമെന്ന് എനിക്ക് അറിഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സ്വർണ്ണം മേടിച്ചു, സ്വർണ്ണത്തിൻ്റെ വില കൂടുമോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടല്ല മേടിക്കുന്നത്. കൂടുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. ആ വിശ്വാസം തന്നെയാണ് ഇവിടെ മേടിക്കേണ്ടത്. കുറയാം, തിരിച്ച് കൂടും എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായാൽ മതി. എൻ്റെ കുട്ടി വളരില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. പക്ഷേ എൻ്റെ കുട്ടി 25 വർഷം കഴിയുമ്പോഴും ഈ ജനിച്ചപാടെ അല്ല നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങളും ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 2025 നല്ലൊരു വർഷമാകാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുവാണ്. എല്ലാ സഹായങ്ങൾക്കും നിങ്ങളെ വിളിക്കുക. നമ്മുടെ ടീം നിങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടുമായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ, ഓൾ ദി ബെസ്റ്റ്.